എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാൽ, നമുക്കൊരു മൾട്ടി പർപ്പസ് കൺട്രോളർ എങ്ങനെ വീട്ടിൽ തന്നെ നിർമ്മിക്കാം എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് ഉപയോഗശൂന്യമായൊരു വോളിയം കൺട്രോളും നമ്മൾ ബക്ക് കൺവെർട്ടറിൽ നിന്നൊക്കെ റിമൂവ് ചെയ്യുന്ന ഒരു മൾട്ടി പർപ്പസ് കൺട്രോളർ നമുക്ക് ആവശ്യമാണ്. ഇതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. എന്നാൽ ഇതുപോലുള്ളൊരു മൾട്ടി പർപ്പസ് കൺട്രോളർ മാർക്കറ്റിൽ നിന്ന് ഓൺലൈനിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ 300, 400, 500 അങ്ങനെയുള്ള റേഞ്ചിൽ പൈസ കൊടുക്കേണ്ടി വരും. ഇത് നമ്മൾ വീട്ടിൽ തന്നെ നിർമ്മിക്കാം, ഒരു പൈസ പോലും മുടക്കില്ലാതെ. അപ്പോൾ എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് മാത്രം നോക്കാം. അടുത്ത വീഡിയോയിൽ ഞാനതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ മേലെ നോക്കുമ്പോൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ സെൻറ്റർ പോയിൻറ്റിലാണ്. അപ്പോൾ നമ്മൾ സെൻറ്ററിലെ പിന്നിലേക്ക് നോക്കുമ്പോൾ 6Kയും ഒരു സൈഡിൽ 6Kയും മറ്റേ സൈഡിൽ 3.4Kയും 10Kയുടെ പ്രഷർ മീറ്ററാണിത്. പിന്നെ ഞാൻ അതിൽ താഴെ നമ്മുടെ വോളിയം കൺട്രോളിൻ്റെ പിന്നിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത് 4.7Kയുടെ 2 റെസിസ്റ്ററാണ്. സെൻറ്റർ പിന്നിലേക്ക് ഒരു കോപ്പർ വയറും ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ആവശ്യമില്ല, 10Kയുടെ ആവശ്യമുള്ളെങ്കിൽ എന്ത് ചെയ്യുക, 3 വയർ മുകളിൽ നിന്ന് താഴെ വരുന്ന വോളിയം കൺട്രോളിൻ്റെ ഹോൾസിലേക്ക് നിങ്ങളത് കണക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 3 പിന്നി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും സോൾഡർ ചെയ്യാനോ PCBയിൽ കൊടുക്കാനോ ഒക്കെ സാധിക്കും. ഇതിന്ന് കറക്കി നോക്കാം നമുക്ക് ഇതിന് അഡ്ജസ്റ്റ് ആവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇപ്പോൾ താഴെ നോക്കുമ്പോൾ മാറ്റം ഉണ്ടാവും വെച്ചാൽ നമ്മളവിടെ ഒരു 2 റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ വാല്യൂ കൂടി ഇത് കാണിക്കും. താഴെ നോക്കുമ്പോൾ മുകളിൽ നോക്കുമ്പോൾ കറക്റ്റായിരിക്കും. ഇവിടെ 11.5Kയാണ് കാണിക്കുന്നത് ഒരു സൈഡിൽ, മറു സൈഡിൽ നോക്കുമ്പോൾ 5Kയും. അപ്പോൾ നമുക്ക് 16K അങ്ങനെയൊക്കെയുള്ള റേഞ്ചിൽ ഇത് സെറ്റ് ചെയ്യാൻ കഴിയൂല. കാരണം വെച്ചാൽ മറ്റേ റെസിസ്റ്ററിൻ്റെ വാല്യൂ ഒരു സൈഡിലുണ്ടല്ലോ 4.7, 2 സൈഡിലുണ്ട്. ഒരു സൈഡിലാണെങ്കിൽ നമുക്കത് അതിൻ്റെ K കൂട്ടാൻ കഴിയും. ഒരു റെസിസ്റ്റർ മാത്രം കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 0 മുതൽ നമ്മൾ എത്രയൊക്കെയാണ് നമുക്ക് വേണ്ടത് വെച്ചാൽ അതുപോലെ ചെയ്യാൻ കഴിയും. ഇത് ഞാൻ മറ്റേ ഒരു വോൾട്ട് മീറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. നന്നായി വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലെ കുട്ടികൾ ഈ 5 വോൾട്ടിൻ്റെ ആംപ്ലിഫയർ എങ്ങനെ അസംബിൾ ചെയ്യുക എന്നുള്ള പല ആളും പേഴ്സണലായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ശേഷം ആ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയ പവർ സപ്ലൈ ആണ്. ഇതിൽ അപ്പും ഡൗണും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലുള്ളൊരു പ്രൊട്ടക്ഷൻ മീറ്റർ ഞാൻ ഉണ്ടാക്കിയ പ്രൊട്ടക്ഷൻ മീറ്ററാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. രണ്ടെണ്ണം ഉപയോഗിച്ചിട്ടുണ്ട്. കറക്റ്റാണ് വർക്കിംഗ്.